എൻ്റെ പേര് ഇന്ദിരാ ബാബു. ഞാൻ കട്ടപ്പനയിലെ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ 2020 മുതൽ ഇവിടെ കൃപാസനത്തിൽ വരുമായിരുന്നു. ആദ്യമായി വന്നത് എൻ്റെ ചേച്ചിയുടെ മോളുടെ കൂട്ടത്തിലാണ്. എനിക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു. തുടർച്ചയായി എല്ലാ വർഷവും വരുമായിരുന്നു. അന്നൊന്നും എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നിയില്ല. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്നെക്കൊണ്ടത് സാധിക്കുമോ എന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണമല്ലോ, അതുകൊണ്ട് എനിക്ക് സാധിച്ചില്ല. പെട്ടെന്ന് 2023 എനിക്ക് 2023 ഫെബ്രുവരിയിൽ എനിക്ക് പെട്ടെന്ന് തോന്നി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അന്ന് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞ് ഞാൻ എന്നും ബൈബിള് വായിക്കുകയും കൊന്ത ചൊല്ലുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഭയങ്കര വിശ്വാസത്തിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ എനിക്ക് ആദ്യമായി ഇവിടുന്ന് അനുഗ്രഹം കിട്ടിയത് എന്നെ കരണ്ടടിച്ചതാണ്. ദൈവമാതാവ് എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. എൻ്റെ വീടിൻ്റെ പുറകുവശത്തൊരു ഷെഡുണ്ടായിരുന്നു. അവിടെ ഷീറ്റ് ഇട്ടേക്കുമായിരുന്നു. അത് കാറ്റുകൊണ്ട് താഴെ പോയപ്പോൾ ഞാൻ ഒരു കമ്പിയെടുത്ത് അത് ഷീറ്റ് കയറ്റിയിട്ടാൻ നോക്കിയതാണ്. അന്നേരം എന്നെ അതിൽ നിന്ന് കരണ്ടടിച്ചു. എൻ്റെ കയ്യിൽ നിന്നും ഇത് കമ്പി പോയില്ല. കരണ്ട് ഷീറ്റിൽ നിന്നാണ് കയ്യിലേക്ക് പകർന്നത്. കയ്യിൽ നിന്നും കമ്പി പോകാത്തത് കൊണ്ട് ഞാൻ കിടന്ന് വിറയ്ക്കുമായിരുന്നു. ആരും ആ സ്ഥലത്തൊന്നും ഒരു മനുഷ്യ പോലും ഇല്ലായിരുന്നു. എൻ്റെ കുഞ്ഞ് ജോലിക്ക് പോയതായിരുന്നു. വൈകിട്ടേ വരുകയുള്ളൂ. എനിക്കൊന്നും മിണ്ടാത്ത അവസ്ഥ. എനിക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. കയ്യിൽ നിന്നും കമ്പി പോയുമില്ല. അന്നേരം ഞാനൊരു കുഴിയിലേക്ക്, ഒരു ചുഴി പോലെയുള്ള കുഴിയിലേക്ക് താന്നി പോകുമായിരുന്നു. അന്നേരം എനിക്ക് മാതാവിനെ വിളിക്കണമെന്ന് ഉള്ളിൽ തോന്നുന്നുണ്ട്. ശബ്ദമൊന്നും പുറത്ത് വരുന്നില്ല. പെട്ടെന്ന് ഒരു കാലെടുത്ത് വെച്ചാൽ ഞാൻ ചുഴിയിലേക്ക് താന്നു പോകും. അന്നേരം എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ കഴുത്തിൽ ഇവിടുത്തെ ഉടമ്പടി കാശുരൂപയും കൊന്തയും ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് കമ്പി എൻ്റെ കയ്യിൽ നിന്ന് പോകാത്തതുകൊണ്ട് കമ്പി കൂടി ചങ്കയിൽ ഇങ്ങനെ പിടിച്ച് ഞാൻ, എൻ്റെ മാതാവേ, നീയും എന്നെ കൈപിടിയുവാണോ എന്ന് ഞാൻ ഉറക്കെ കരഞ്ഞു. ആ നിമിഷം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ തോട്ടി ഷീറ്റിൻ്റെ മണ്ടയിലോട്ട് വീണു. ഞാൻ എടുത്തിട്ടതുപോലെ നിലത്തേക്ക് വീണു. അവിടെ വീട് പണി നടന്നുകൊണ്ടിരുന്ന മിറ്റിലും കമ്പികളും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ തലയൊന്നും ചെന്ന് ഇടിച്ചില്ല, നിലത്താണ് വീണത്. എൻ്റെ കൈ രണ്ടും പൊള്ളി, ഇപ്പോഴും അതിൻ്റെ പാടുണ്ട്. എന്നിട്ട് പിന്നെ എനിക്ക് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തല കറങ്ങുമായിരുന്നു. തല കറങ്ങുന്നതുകൊണ്ട് എഴുന്നേക്കാൻ പറ്റിയില്ല. ഞാൻ 2 കൈയും കാലും നിലത്ത് കുത്തി എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഓരോ എഴുന്നേൽക്കുമ്പോഴും ഞാൻ നിലത്ത് വീണുകൊണ്ടിരുന്നു. അന്നേരം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തോന്നി, യേശു കുരിശ് ചുമന്നു കൊണ്ട് പോകുമ്പോൾ ഓരോ സ്ഥലത്തും വീഴുന്നുണ്ട്, പിന്നെ നിനക്ക് എന്നാണ് ഈ വേദന സഹിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഓരോ ചൂടം വീണ് വീടിനുള്ളിൽ കയറി. എന്നിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എന്നെ രക്ഷിക്കണമേ. എൻ്റെ കുഞ്ഞ് വരുമ്പോൾ ഞാൻ മരിച്ചു കിടക്കുന്നതല്ലേ കാണുകയുള്ളൂ, ആരെങ്കിലും വന്ന് എന്നെ ആശുപത്രിയിലാക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ വീടിനപ്പുറത്തുനിന്ന് ഒരാൾ അന്നേരം പെട്ടെന്ന് വന്നിട്ട് എന്നാ പറ്റി എന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് മിണ്ടത്തില്ല. ഞാൻ അമ്മ മാതാവേ എന്ന് വിളിക്കുന്നുണ്ട്. ഉടനെ ഞാൻ കൈകൊണ്ട് കാണിച്ച് എനിക്ക് ഇച്ചിരി കുടിക്കാൻ വെള്ളം തരാൻ പറഞ്ഞു. അവർ 1 കപ്പ് ചൂടുവെള്ളമാണ് കൊണ്ടുതന്നത്. ഞാനത് മൊത്തം കുടിച്ചു. എന്നിട്ട് പിന്നെയും കാണിച്ചു എനിക്ക് കുടിക്കണം, വെള്ളം വേണമെന്ന്. അവർ പിന്നെ തന്നില്ല. പിന്നെ അവർ എന്നെ ഒന്നും കൊണ്ടുപോയില്ല. അന്നേരം എൻ്റെ ചേച്ചി കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. അവർക്ക് ഫോൺ നമ്പർ പോലും അറിയത്തില്ല, ഒന്ന് വിളിച്ച് ചോദിക്കാം. പിന്നെ ആ ചേച്ചിയുടെ അടുത്തുള്ളവരെ, ഞങ്ങളുടെ അടുത്തുള്ള ആൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഈ ചേച്ചി ഇവിടെ വീണ് കിടക്കുന്നു, എന്നാ കരണ്ടെന്ന് പറയുന്നുണ്ട്, എന്നാന്നറിയത്തില്ല. അവർ പെട്ടെന്ന് വണ്ടിയും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ കരണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെന്ന് എന്നെ എടുത്തു കൊണ്ടുപോയി വണ്ടിയിൽ കിടത്തി ഞങ്ങളുടെ അടുത്തുള്ള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം
അവരെന്നെ കാഷ്വാലിറ്റിയിൽ ആദ്യം നോക്കി. അത് കഴിഞ്ഞ് ICUവിൽ കയറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്കെല്ലാം ഭയമായിരുന്നു. എൻ്റെ ചങ്കത്തല്ലേ കമ്പി ഇരുന്നത്, അതുകൊണ്ട് അവർക്ക് ഹാർട്ടിന് വല്ലതും പ്രോബ്ലം വന്നു കാണുമെന്ന് അവർ തോന്നി. ഉടനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കിയപ്പോൾ എൻ്റെ അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല. പിന്നെ എൻ്റെ 2 കൈയും പൊള്ളിയിരുന്നു. പിന്നെ പുറത്തെല്ലാം ചതവുണ്ടായിരുന്നു. ICUവിൽ ഒരു ദിവസം കിടത്തി. എന്നിട്ട് പറഞ്ഞു പിറ്റേ ദിവസം വീട്ടിൽ പോകാം, വേറെ കുഴപ്പമല്ലോ ഒന്നുമില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ ICUവിൽ കിടന്നുകൊണ്ട് വരുന്ന നേഴ്സുമാരോടും ഡോക്ടർമാരോടും എല്ലാം ഞാൻ കിടന്ന് പറയും, അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു, അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു എന്ന്. പക്ഷേ എല്ലാവരും മിണ്ടലെന്ന് പറഞ്ഞിട്ടും ഞാൻ പിന്നെയും എൻ്റെ അമ്മ മാതാവ് എന്ന് ഞാൻ വിളിച്ചു കരഞ്ഞു. എൻ്റെ കയ്യിൽ അന്നേരം ആ കാശുരൂപവും കൊന്തയും ഉണ്ടായിരുന്നു. എൻ്റെ മോളുടെ കൂട്ടുകാർ അവിടുത്തെ സിസ്റ്റർമാരായിരുന്നു. അവരെല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ കാണാൻ വന്നപ്പോഴും എനിക്ക് പറയാനുള്ളത് എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചു, എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചെന്ന്. ആ പിള്ളേർ ചിരിച്ചുകൊണ്ട് വെളിയിലിറങ്ങിയിട്ട് എൻ്റെ മോളോട് പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് എന്നാന്നറിയത്തില്ല, അമ്മ കിടന്ന് അമ്മ മാതാവ് എന്ന് വിളിക്കുന്നുണ്ടെന്ന് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കൊച്ചു വന്നിട്ട് ചോദിച്ചു, അമ്മ എന്നെ ICUവിൽ കിടന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പോടി, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചതാണ്. ഞാൻ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും പറയും, ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഞാൻ അമ്മ മാതാവിനെ വിശ്വസിക്കും എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അങ്ങനെ മരണത്തിൽ നിന്നും എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു. ഇനിയുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ കാര്യത്തിലാണ്. അവൾ BSc നേഴ്സായിരുന്നു. അവൾ 1 വർഷം ഡൽഹിയിൽ ജോലി ചെയ്തു. ഡൽഹിയിൽ ജോലി ചെന്ന് ഇങ്ങോട്ട് നാട്ടിൽ പോന്നപ്പോൾ അവൾക്ക് കേരള യൂണിവേഴ്സിറ്റി നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് അവർ കൊടുത്തു വിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു, അല്ലാതെ ഒരു ഹോസ്പിറ്റലിലും കയറ്റിയില്ല. ഞങ്ങൾ ഇവിടെ വന്നു. മെയ് 27-ാം തീയതിനെ ഇവിടെ വന്നിട്ട് അമ്മ മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോൾക്ക് ജോലിക്ക് പോകണം, അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അമ്മ മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ പിറ്റേ ദിവസമാണ് വീട്ടിൽ ചെന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയായപ്പം പോസ്റ്റ്മാൻ വന്നിട്ട് പറഞ്ഞു, ഒരു രജിസ്ട്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അത് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അന്നും പിറ്റേ ദിവസം മുതൽ അവൾ ജോലിക്ക് പോകാൻ തുടങ്ങി. അവൾക്ക് നേരത്തെ മുതലുള്ള ആഗ്രഹമായിരുന്നു UK പോകണമെന്ന്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞ് മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ. എനിക്കൊരു പണിക്കും പോകാനും സാധിക്കുകയില്ല. എൻ്റെ 2 കാലിനും ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള ആളാണ്. എൻ്റെ ഞരമ്പിന് ബ്ലോക്കുകളുമുണ്ട്. അതുകൊണ്ട് ഒരു പണിക്കും എനിക്ക് പോകാൻ പറ്റത്തില്ല. വേറെ ആരും സഹായത്തിനില്ലായിരുന്നു. അന്നേരം അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം അമ്മ മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തിട്ടല്ലോ, ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. അവളും പറഞ്ഞു, അമ്മേ നമുക്ക് പൈസ ഇല്ലല്ലോ, പോകണ്ട, ഞാനിവിടെ എങ്കിലും നിന്നാക്കാമെന്ന് പറഞ്ഞു. അന്നേരം നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ അവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ലോൺ അടച്ചു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഉള്ള സ്ഥലമെല്ലാം ജപ്തിയായി പോകുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്നും നിത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, എന്നാൽ OET പഠിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പലിശയ്ക്ക് പൈസ എടുത്ത് അവളെ OET പഠിപ്പിക്കാൻ വിട്ടു. അവൾ 1ാം ചാൻസിൽ തന്നെ OET പാസ്സായി. പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ അവിടെ കഴുത്തേൽ കൊന്തയും ലോക്കറ്റും ഇട്ട് കൊടുത്തു, തൈലം നെറ്റിയിൽ പുരട്ടി, ഉപ്പും കയ്യിൽ കൊടുത്തു. അവൾ പരീക്ഷയ്ക്ക് കയറി. അവൾ ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങി വന്നത്. ആ സമയം വരെ ഞാൻ ഒരു വെള്ളം പോലും കുടിക്കാതെ കൊന്ത ചൊല്ലി നടക്കുകയായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾ പാസ്സായി. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ വിടണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു പൈസയും ശരിയായില്ല. ഞങ്ങൾ നിത്യം ആരാധന ചാപ്പലിൽ പോവുകയും മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് UK-യിൽ നിന്ന് അവൾക്കൊരു ഇൻ്റർവ്യൂ വന്നു ഒരു ഏജൻറ്റ് മുഖേന. അന്നേരം അവൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ അവൾ പാസ്സായി. അന്നേരം ഒരു പ്രതീക്ഷയുണ്ടായി, എവിടുന്നെങ്കിലും പൈസ എടുത്ത് അവളെ വിടണമെന്ന്. അന്നേരം പെട്ടെന്ന് ഒരു ചേട്ടൻ പറഞ്ഞു, 1,00,000 രൂപ തരാം, 4 രൂപ പലിശയ്ക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല മോൾ, അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ പൈസയും മേടിച്ച് പിന്നെ കുറേ പൈസയെല്ലാം ഉണ്ടാക്കി.
അതിനുശേഷം അവൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷേ ഒക്ടോബർ മാസത്തിൽ തന്നെ അവൾക്ക് പോകണമായിരുന്നു. അന്നേരം എനിക്കിവിടെ ഒക്ടോബർ 28-ാം തീയതിയിൽ അഖണ്ഡ ജപമാല റാലി പങ്കെടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ ഇവിടെ ഒക്ടോബർ 27-ാം തീയതി വന്നു. അതിനു മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എപ്പോഴും വരാൻ സാധിക്കുകയില്ല, ആരെയും കൂട്ടത്തിലില്ല, എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയും വേണം, എൻ്റെ കുഞ്ഞിന് ആ സമയത്ത് തന്നെ പോവുകയും വേണം. ഒന്നെങ്കിൽ 27-ാം തീയതി ഒക്ടോബർ 27-ാം തീയതി അല്ലെങ്കിൽ 29, 30, 31-ാം തീയതിയോ അവൾക്ക് പോകാൻ ഡേറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഒക്ടോബർ 29-ന് UK പോകണമെന്ന് ഡേറ്റ് കിട്ടി. ഞങ്ങൾ ഒക്ടോബർ 27-ാം തീയതി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തു. അതിനുശേഷം പിറ്റേ ദിവസം 29-ാം തീയതി അവൾ UK പോയി. എനിക്കൊരു ശകലം നടക്കാൻ മേലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, നടക്കുകയോ ഇതുപോലെ നിൽക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു. എൻ്റെ ആഗ്രഹമാണ് എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണമെന്നുള്ളത്. അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അത് കഴിഞ്ഞ് പിന്നെ പറയാനുള്ള സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ ആങ്ങളയുടെ വീട് സ്ഥലവും 30 വർഷമായിട്ട് വിൽക്കാതെ കിടക്കുന്നതായിരുന്നു. അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് വിൽക്കണമെന്ന് പെട്ടെന്ന് തോന്നി. ഞാൻ ഇവിടുന്ന് കിട്ടിയ കാശുരൂപവും ഉപ്പും ഇട്ടു. ഇവിടുന്ന് 2 മുറ്റത്തുനിന്ന് 2 കല്ലും എടുത്തിരുന്നു. ആ കല്ലും കൊണ്ട് വീടിന് ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 1 മാസത്തിനുള്ളിൽ തന്നെ ആ സ്ഥലവും വീടും വിറ്റു. പിന്നെ എൻ്റെ ആങ്ങളയുടെ മോളുടെ വീട് പണിയായിരുന്നു. 40-45 വർഷം പഴക്കമുള്ള ഒരു ലൈൻ കമ്പി അവരുടെ വീടിൻ്റെ മുകളിൽ കൂടെ പോയിരുന്നു. അത് മാറ്റാതെ അവർക്ക് വീട് വാർക്കാൻ പറ്റില്ലായിരുന്നു. അന്നേരം ഞാൻ ആ പോസ്റ്റിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് വിശ്വാസ പ്രമാണം എന്നും ചൊല്ലി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവേ, ആ കുഞ്ഞുങ്ങൾക്ക് വീട് പണി നടക്കാതെ കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ അതും സാധിച്ചു കിട്ടും. ഇപ്പം അവർ വീട് വാർക്കുകയെല്ലാം ചെയ്തു. പിന്നെയുള്ള സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ ആങ്ങളയുടെ മോളുടെ കൊച്ച് നീറ്റ് പരീക്ഷ എഴുതിയിരുന്നു. അവൾ ജയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മോൾ പഠിക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് അവൾ തോക്കാതെ അവൾ നീറ്റ് പരീക്ഷ എഴുതി പാസ്സാകണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾ നീറ്റ് പരീക്ഷ എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനിയും പറയാനുള്ളത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ഞാൻ എന്നും അരമണിക്കൂർ വായിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സമയം ബൈബിൾ വായിക്കും. പിന്നെ കൊന്ത ചൊല്ലും, ദിവസവും കൊന്ത ചൊല്ലും മുടങ്ങാതെ. അത് കഴിഞ്ഞ് ഇവിടുന്ന് കിട്ടുന്ന പത്രമെല്ലാം കൊണ്ട് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡുകളിലും എല്ലാം കൊടുക്കും. പിന്നെ അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കും. പിന്നെ സ്കൂൾ പിള്ളേർക്ക് കൊടുക്കും. പരീക്ഷ സമയം നോക്കി അവരോട് പറയും, എൻ്റെ മോള് ഇതുപോലെ പഠിച്ച് പാസ്സായതാണ്, മാതാവിൻ്റെ പത്രം വായിക്കണം, നിങ്ങൾ കളയരുത്. കളയുമെന്നുള്ളവരുടെ കയ്യിൽ ഞാൻ പേപ്പർ കൊടുക്കുകയില്ല. എന്നിട്ട് പറയും, വീട്ടിൽ കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ കൊടുത്ത് നിങ്ങളിത് വായിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഒരു നല്ല ജോലി മാതാവ് തരും എന്ന് പറയും. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അവിടെ പോയി ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഞങ്ങൾ ആഹാരം കൊണ്ട് കൊടുക്കും. അവിടെ കിടപ്പ് രോഗികൾക്ക് ഞങ്ങൾ ആഹാരം കൊണ്ട് കൊടുക്കും. പിന്നെയുള്ളത്, ഞങ്ങളുടെ അടുത്ത് ഉള്ള ഒരു മാനസിക രോഗികൾ താമസിക്കുന്ന ഒരു സിസ്റ്റർമാർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയി ഞങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കുകയും ആഹാരം മേടിച്ചു കൊടുക്കുകയും സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുകയും അവരുടെ കൂട്ടത്തിലിരുന്ന് ഞങ്ങൾ കുറേ സമയം ചിലവഴിക്കും. അന്നേരം അവർ ഓരോ സാധനങ്ങൾ പറയും, ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണം, മാല വേണം, വള വേണം, പൊട്ട് വേണം, ക്യൂടെക്സ് വേണം, എല്ലാം പറയും ഓരോ ചേച്ചിമാർ. ഞങ്ങൾ പിന്നെ പറയും വരുമ്പം കൊണ്ടുത്തരാമെന്ന്. ഞങ്ങളതെല്ലാം മേടിച്ചു കൊണ്ട് കൊടുക്കും. എന്നിട്ട് 4 മണിക്ക് ഒരു 3 മണിയാകുമ്പോൾ സിസ്റ്റർമാർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്നോർത്തുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വണ്ടി വിളിച്ച് ഞങ്ങളെ ചായ 120 പേരുണ്ട്, 120 പേർക്കുള്ള പലഹാരങ്ങളും ഉണ്ടാക്കി ചായയും ഉണ്ടാക്കി ചൂടാറാകാത്ത പാത്രത്തിൽ വെച്ച് കൊണ്ടുപോയി വണ്ടിയും വിളിച്ചു കൊണ്ടുപോയി ഞങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് നിന്ന് ഓരോരുത്തർക്കും ഞങ്ങൾ വിളമ്പി കൊടുക്കും. ഇതെല്ലാമാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ.
ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കാലിനുള്ളത് ഇതുവരെ എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നില്ല. ഈയിടെ ഡോക്ടറിൻ്റെ അടുത്തപ്പോഴും പോയപ്പം പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനതൊരിക്കലും ചെയ്യില്ല. ഞാനിവിടെ വന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും. അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവിടെ വന്നത്. ഒരാഴ്ച കഴിഞ്ഞേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 2 രാജാക്കന്മാർ 20:5. ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഇന്ദിര ചേച്ചിക്ക് ഷോക്കേൽക്കുന്ന സമയത്ത് അവിടെ ഇന്ദിര ചേച്ചിയെ കാണുവാനായിട്ട് ആരുമില്ല. ആ അപകടം ആരും അറിഞ്ഞിട്ടില്ല. ചേച്ചി കരയുന്നുണ്ട്, പക്ഷെ സ്വരം പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ ദൈവം അത് കണ്ടു. ദൈവം ആ കരച്ചിൽ കേട്ടു. ഇന്ദിര ചേച്ചിക്ക് ആ ഇരുമ്പ് വടി വിടാൻ പറ്റാത്ത സമയത്ത് ചേച്ചി ചെയ്തൊരു കാര്യമുണ്ട്. കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന ഉടമ്പടി കാശുരൂപത്തിലൊന്ന് തൊട്ടു. ആ സമയത്താണ് ആ ഇരുമ്പ് വടി തെറിച്ചു പോകുന്നത്. ഉടമ്പടി കാശുരൂപം അനുസ്മരിക്കുന്നത് ഉടമ്പടിയെ തന്നെയാണ്. യാക്കോബ് ദൈവാനുഭവമുണ്ടായ ശേഷം ദൈവദൂതനുമായി മൽപ്പിടുത്തം നടന്ന ആ സ്ഥലത്ത് ഒരു കല്ല് എടുത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ്, ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ദൈവദൂതനെ കണ്ട ആ സ്ഥലം അനുസ്മരിക്കാനാണ് ആ കല്ല് വെച്ചത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഉടമ്പടിയെ അനുസ്മരിക്കുവാനായിട്ടാണ് ഉടമ്പടി കാശുരൂപം. ആ ഉടമ്പടി കാശുരൂപത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആ വടി തെറിച്ചു പോകുന്നു. ചേച്ചി രക്ഷപ്പെടുകയാണ്. അപ്പോഴും ഭയമാണ്. ആരും എന്നെ കണ്ടിട്ടില്ല. ആളുകൾ കാണുന്ന സ്ഥലത്തായിരുന്നെങ്കിൽ, ഞാൻ മരിച്ചു വീടിന് മുന്നിലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഭയമൊക്കെ ഉണ്ടാവുകയാണ്. ഇതിനിടയിൽ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ചുഴി ഞാൻ കണ്ടു എന്നുള്ളത്. ചേച്ചി നേരത്തെ എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് കൃപാസന മാതാവിൻ്റെ ഈ രൂപത്തിന് പിന്നിലുള്ള ആ കടലിൻ്റെ ആ റൗണ്ട് പോലെ, ആ ചുഴി പോലെയാണ് കണ്ടത് എന്നുള്ളത്. അതായത് ചേച്ചി മരണത്തിലേക്ക് പോകുന്ന സമയമായിരുന്നു, ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്തിൽ നിന്ന് അമ്മ രക്ഷപ്പെടുത്തിയത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിനുശേഷവും വെള്ളം കുടിച്ചു. സാധാരണ കുടിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അമ്മ രക്ഷപ്പെടുത്തുകയാണ്. കാരണം അമ്മയെ വിളിച്ചാണ് മാധ്യസ്ഥ അപേക്ഷിക്കുന്നത്. അമ്മ ഇടപെട്ടത് തന്നെയാണ് മറ്റ് സാക്ഷ്യങ്ങളും. 45 വർഷമായിട്ട് മാറ്റാൻ കഴിയാതിരുന്ന ലൈൻ കമ്പി 1 മാസം കൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതും, 30 വർഷത്തിലേറെ പഴക്കമുള്ള വിൽക്കാൻ കഴിയാതിരുന്ന സ്ഥലം വിൽക്കാൻ സാധിച്ചു 1 മാസത്തിനുള്ളിൽ എന്നൊക്കെ പറയുമ്പോഴും, സാഹചര്യമില്ലാതിരുന്നിട്ടും മോൾക്ക് UK പോകുവാൻ സാഹചര്യം ഒരുക്കി എന്നൊക്കെ പറയുന്നത് ദൈവം കൂടെ നടന്നതിൻ്റെ അനുഭവമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എൻ്റെ പേര് സിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ നെല്ലായിൽ നിന്ന് വരുന്നു. നെല്ലായി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ആദ്യമായി ഞാൻ ഉടമ്പടി ഓൺലൈനിലാണ് എടുത്തത്, മാർച്ച് 26-ാം തീയതി. പിന്നെ ഞാൻ ഇവിടെ വന്ന് മെയ് മാസം 8-ാം തീയതി ഉടമ്പടി എടുത്തു. എൻ്റെ മോള് ഈ മാർച്ച് 22-ാം തീയതി കുരിശിൻ്റെ വഴിക്ക് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വയറുവേദന വരികയും, വയറുവേദന വന്ന് ഞങ്ങൾ 2 പേരും ഞാനും ഹസ്ബൻഡും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയമായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ജൂബിലി മിഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ഞാൻ ജൂബിലി മിഷനിലേക്ക് കൊണ്ടുപോകുകയും അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കുകയും ചെയ്തു. അവൾക്ക് ഭയങ്കരമായി ഹാർട്ട് റേറ്റ് കൂടുതലും റെസ്പിറേഷൻ റേറ്റും കൂടുതലും ആയിരുന്നു. പക്ഷേ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്താ സംഭവിക്കണേന്ന് അറിയുന്നില്ല, നോക്കാം സിസ്റ്റർ, പെയിന് വേണ്ടി ഇഞ്ചക്ഷൻ കൊടുക്കാം, എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു. പെയിന് വേണ്ടി ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും അവൾക്ക് വേദന കുറയുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരു സെമി കോൺഷ്യസ് പോലെയായിരുന്നു അവൾ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം, പക്ഷേ ബ്ലാഡർ വേണം, മൂത്രം കുറവാണ്, അതുകൊണ്ട് മൂത്രസഞ്ചിയിൽ മൂത്രമായതിനു ശേഷം അൾട്രാസൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-10:30 ആയപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തു. അൾട്രാസൗണ്ട് ചെയ്തതിന് ശേഷം ആ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി ഇവിടുത്തെ സ്റ്റാഫായ കാരണം പറയുകയാണ്, ഒരു എമർജൻസി സിറ്റുവേഷനാണ്, വയറിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നുണ്ട്, എന്താ കൃത്യമായി കാര്യം എന്നറിയില്ല, നമുക്ക് നോക്കാം, ഒരു CT കൂടിയും ചെയ്ത് നോക്കുന്നു വരും, എന്നാലും മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു, എമർജൻസി ആയിട്ട് ഒരു സർജറിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്,
ഒരു സീറ്റിംഗ് കൂടിയും ചെയ്ത് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ കൺസൾട്ടൻ്റ് സർജന്മാരൊക്കെ വന്നു. അവർ സീറ്റിക്ക് കയറ്റി അവർക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നെ പറഞ്ഞു ചെറുകുടലിൻ്റെ അവിടെ ചെറിയ പൊട്ടലുണ്ട്, അവിടെ നിന്നാണ് ഇത് വരുന്നത്, ഭയങ്കര കുടലൊക്കെ കൊളാപ്സ് ചെയ്ത് കിടക്കുകയാണ്, ഇൻഫെക്ഷനാണ്, എമർജൻസി സർജറിക്ക് നിങ്ങൾ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് റെഫർ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോവാം, ഹയർ സെൻറ്ററിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് കൺസൾട്ടൻ്റ് പറഞ്ഞു ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യമല്ല, കൊച്ച് പോകുന്ന വഴിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ ഓപ്പറേഷന് വില്ലിങ്ങായി. അങ്ങനെ 1:30 ഓപ്പറേഷനെ കയറ്റുന്നതിന് മുമ്പ് ഞങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാല് ഈ എവിടെയാണോ ചെറുകുടലിനെ പൊട്ടൽ സംഭവിച്ചിരിക്കുന്നത് അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അത് ക്ലോസ് ചെയ്ത് ലാപ്രോട്ടമി ചെയ്ത് ക്ലോസ് ആക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയില്ല, ചിലപ്പോൾ ഒരു സ്റ്റോം, അതായത് മോഷനൊക്കെ പോകാനായിട്ട് ഒരു കൊളസ്റ്റമി ബാഗോ അല്ലെങ്കിൽ ഇലിയോസ്റ്റമി ബാഗോ ഒക്കെ വേണ്ടി വരുമെന്ന്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു പോയി. കാരണം കൊച്ച് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത്. അല്ല, അതിന് മുന്നും എല്ലാ ദിവസവും നൊയമ്പ് കാരണം അവൾ പള്ളിയിൽ പോയായിരുന്നു. അത് അങ്ങനെയൊക്കെ എല്ലാ ദിവസവും പോകുന്ന കൊച്ചിനെ മാതാവ് ഇങ്ങനെ വരുത്തി, എന്താ സംഭവിക്കണമെന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ വീട്ടുകാർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, അങ്ങയുടെ മോളാണ്, എന്തായാലും ഞങ്ങൾക്ക് സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണം എന്ന്. അങ്ങനെ സർജറിക്ക് എടുത്തിട്ട് നമ്മൾ വിചാരിച്ചത് പോലുമല്ല, അവളുടെ വയറിൽ ഒരു 30 സെൻറ്റിമീറ്ററോളം പെർഫറേറ്റഡ് ആയിരുന്നു, അതായത് ഹോളുകളായിരുന്നു, അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്ന് പൊട്ടി ഇൻഫെക്ഷൻ മൊത്തം വയറിൽ പകർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് ഞങ്ങളോട് പറഞ്ഞു ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ്. അതുകൂടാതെ ഇലിയോസ്റ്റമി, അതായത് വയറിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു സ്റ്റോമ ഇട്ട് മോഷനൊക്കെ പോകാനായിട്ട് ബാക്കിയുള്ള ഭാഗം റെസ്റ്റ് കൊടുക്കണം, അവിടെയും ഇൻഫെക്ഷൻ ഉണ്ട്. അങ്ങനെ വേണ്ടിയാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5:30 ആയപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു. അതിന് ശേഷമാണ് അവൾക്ക് ഭയങ്കര ടെമ്പറേച്ചറും ഒക്കെ വന്നത്. ICUവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയാറായിട്ടില്ല, ഭയങ്കര ഇൻഫെക്ഷനാണ്, ഹാർട്ട് റേറ്റ് ഒക്കെ ഇപ്പോഴും 176 ഒക്കെ ഉണ്ട്, 40 റെസ്പിറേഷൻ ഉണ്ട്, ടെമ്പറേച്ചർ 104 105 തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും ആയില്ല. അപ്പോൾ ഞങ്ങൾക്ക് മാതാവിനോട് ഒരു ദേഷ്യം അവൾ പോയായിരുന്നു. കാരണം എല്ലാ ദിവസം പള്ളിയിൽ പോവും, എല്ലാ കാര്യങ്ങളിലും അവൾ മിടിക്കുകയാണ്, പിന്നെ എങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് ഒരു ടെൻഷൻ. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്മാർ വന്ന് പറഞ്ഞു ചേച്ചി ടെൻഷൻ അടിക്കേണ്ട, പിന്നെ അവിടുത്തെ ഡെപ്യൂട്ടി സിസ്റ്റർമാരും അവിടുത്തെ നേഴ്സിംഗ് സൂപ്രണ്ടൻ്റൊക്കെ പറഞ്ഞു ദൈവത്തിനോട് അടുക്കും തോറും നമുക്ക് സഹനങ്ങൾ തരും, നമുക്കത് സഹിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരും, നീ നന്നായി പ്രാർത്ഥിക്ക്, നീ കൃപാസനത്തിൽ ഉടമ്പടി എടുക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പണ്ട് തൊട്ട് പറയുന്നതാണ് ഞങ്ങൾക്ക് കൃപാസനത്തേക്ക് പോകണം, ഉടമ്പടി എടുത്തില്ലെങ്കിൽ ഇവിടെ മാതാവിനെ വന്ന് കാണുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറയും എല്ലാവിടെയും മാതാവുണ്ട്, ഒരുത്തിക്കും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന്, വേണമെങ്കിൽ തന്നെ പൊക്കോളാൻ പറയും. പക്ഷേ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോള്, ഞാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പപ്പേരെ കൂടെ ഞാൻ പോവുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ നീണ്ടു പോയി. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അവിടെ നിന്ന് എൻ്റെ സ്റ്റാഫുമാർ പോയി ഉടമ്പടി തൈലവും ഉപ്പും തേനും കൊണ്ടുവന്നു. മോൾക്ക് ICUവിൽ പോയി പരട്ടി കൊടുക്കുക, ചേച്ചി കാശ് രൂപവും തന്നു. അങ്ങനെ ICUവിൽ പോയി ഉടമ്പടി തൈലവും അവിടുത്തെ ഉടമ്പടി എടുത്ത സ്റ്റാഫുമാരുണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി പരട്ടി കൊടുത്തു, ഉപ്പും കൊടുത്തായിരുന്നു, തേനും കൊടുത്തായിരുന്നു. അപ്പോൾ അവൾക്ക് ഓറലായിട്ട് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ MCCU എന്ന സ്ഥലത്ത് നിന്ന് സർജിക്കൽ ICUവിലേക്ക് മാറ്റി. അവിടുന്ന് ഓറൽ ഫ്ലൂയിഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഉപ്പും തേനും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് നെറ്റിയിൽ എന്നും വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തൈലം കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. പനി എന്നാലും കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈസ്റ്ററിൻ്റെ തലേ ദിവസം ഡോക്ടർ പറഞ്ഞു നമുക്ക് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ കൂടുതൽ അവൾ സേഫായിരിക്കുമെന്ന്. അങ്ങനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടും അവൾക്ക് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ഞങ്ങളെ കാണുമ്പോൾ അവൾക്കൊരു സന്തോഷം അത്രേ. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം അവൾക്ക് പെട്ടെന്ന് ആ വൂണ്ടിൻ്റെ സൈറ്റിൽ നിന്ന് വളരെയധികം ഇൻഫെക്ഷൻ, ഭയങ്കര പൊട്ടിങ്ങനെ പാല് പോലെ നല്ലോണം ഇൻഫെക്ഷൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഹൈലി ഇൻഫെക്റ്റഡ് ആണ് വൂണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അവിടെ നിന്ന് കൾച്ചറും ഇതൊക്കെ എടുത്തു, ടെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക്കൊക്കെ പിന്നീട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടും പനിക്കോ ആ വൂണ്ടിൻ്റെ ഇൻഫെക്ഷനോ ഒന്നും കുറയുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഡോക്ടേഴ്സ് പറഞ്ഞു ഇവൾ മെൻ്റലി ആയിട്ട് ഭയങ്കര ഡസ്പായിരുന്നു. കാരണം സ്റ്റോമ, അവൾ അതിന് ശേഷമാണ് അവൾ അതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നത്. ഈ ബാഗും കാര്യങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഈ വീട്ടിൽ ഹോസ്പിറ്റലിൽ 1 മാസത്തോളമായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ, ഈ ഹോസ്പിറ്റലിൽ നോക്കുന്ന പോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടിയെ ഞങ്ങൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടാം. പക്ഷേ ഡിസ്ചാർജ് ചെയ്യാറായിട്ടില്ല, എങ്കിലും ഡിസ്ചാർജ് ചെയ്യുകയാണ്. കാരണം അവൾ മെൻ്റലി ഇവിടെ ഭയങ്കര ഡിപ്രസ്ഡാണ്. നിങ്ങൾ അവിടെ വീട്ടിൽ എല്ലാവരുമായിട്ടും ഇടപഴകി കഴിയുമ്പോൾ അവൾ തിരിച്ച് റിട്ടേണായി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് ഏപ്രിൽ 15-ാം തീയതി കൊണ്ടുവന്നു. അതിനേക്കാളും അതിൻ്റെ ഇടയിൽ പ്രശ്നം ഞാൻ ജോലി അറിയാലോ, സ്റ്റാഫ് നേഴ്സാണ്, നമുക്ക് ലീവ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലീവ് ഒരു കുഴപ്പമുണ്ടായില്ല. 1 മന്ത് എനിക്ക് ലീവ് കിട്ടിയന്ന്. അങ്ങനെ ഞാൻ അവളെ കൊണ്ടുവന്നു. ആദ്യത്തെ കുറച്ച് ദിവസം ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലാതെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. മെയ് 8-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുത്തു. ആ ദിവസങ്ങളിലൊക്കെ ഉടമ്പടി തൈലവും ഉപ്പും തേനും അവൾക്ക് എല്ലാ 3 നേരം വിശ്വാസപ്രമാണം ചൊല്ലി കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. ഓൺലൈനിലായിട്ട് ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. ചൊവ്വാഴ്ചകളിലത്തെ പ്രാർത്ഥനകളും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അച്ഛൻ പറഞ്ഞു, ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് നിങ്ങൾക്കത് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ജൂലൈ 15-ാം തീയതി ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയണം. അതിൻ്റെ മുന്നേ എൻ്റെ ഈ ബാഗ്, സ്റ്റോമ ബാഗ് മാറ്റി തരണം എന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെ മോള് പ്രാർത്ഥിച്ചോളൂ, നമുക്കെല്ലാം ദൈവം നടത്തി തരുമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്ന് ഇവളുടെ യൂറിൻ ഔട്ട്പുട്ട് വളരെ കുറഞ്ഞു പോയി. ഒരു ദിവസം 10 ml 20 ml ഒക്കെ ആയി തുടങ്ങി അവളുടെ ഔട്ട്പുട്ട്. ക്രിയാറ്റിനും കൂടി തുടങ്ങി. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു, സാർ ഇങ്ങനെയാണ് അവളുടെ കണ്ടീഷൻ, ഇനി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഡ്രിപ്പ് എല്ലാ ദിവസവും നമ്മൾ IV ഫ്ലൂയിഡ് ഇടുന്നുണ്ട്, എങ്കിലും അവൾക്ക് അത് പറ്റുന്നില്ല. കാരണം നമ്മൾ എന്തോ വായക്കൂടെ കൊടുത്താലും അപ്പം തന്നെ നമ്മുടെ സ്റ്റോമയിൽ പോകും. അതാണ്, ചോറ് കൊടുത്താൽ ചോറ് പോലെ തന്നെ പോകും, ഒന്നും ഡൈജഷൻ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇവൾ വെയിറ്റ്, എൻ്റെ മോളുടെ വെയിറ്റ് 10 കിലോ തന്നെ 1 മാസത്തിൻ്റെ ഉള്ളിൽ കുറഞ്ഞു. ഇത് കേട്ടപ്പോൾ സാറ് പറഞ്ഞു, തിരിച്ചു വായി, നമുക്ക് സ്റ്റോമ ക്ലോസ് ചെയ്യാം, എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടെന്ന്. അതിനിടയിൽ ഈ സ്റ്റോമ ബാഗ് ചേഞ്ച് ചെയ്യണമായിരുന്നു. 10 ദിവസം കൂടുമ്പോൾ സ്റ്റോമ ബാഗ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം, ഡ്രസ്സിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റോമ ബാഗ് ചേഞ്ച് ചെയ്യണ സമയത്ത് ഇവൾക്ക് ഭയങ്കര വേദനയാണ്, അത് ചേഞ്ച് ചെയ്യണതും ഡ്രസ്സിങ്ങും. അപ്പോൾ ഇവൾക്ക് ചേഞ്ച് ചെയ്യണ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി ഒരു ദിവസമാണ് പുത്രൻ്റെ വേദന കണ്ടത്, ഞാൻ 1.5 മാസമായി എൻ്റെ മോളുടെ വേദന ഞാൻ കാണുന്നു, നീ എന്നെ ഇതിനൊരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന്. എന്നിട്ട് ഞാൻ വന്ന് ആ സ്റ്റോമ ബാഗ് മാറ്റണ സമയത്ത് ആ സ്റ്റോമ ബാഗിൽ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഒരു തുള്ളി ഉടമ്പടി തൈലം അതിലൊഴിച്ചു കൊടുത്തു. അപ്പം തന്നെ അവൾക്ക് പറഞ്ഞു, അമ്മ എനിക്ക് ആകെ ഇലക്ട്രിക് ഷോക്ക് പോലെ വന്നു, എൻ്റെ നെഞ്ചാകെ ഒരു സുഖമില്ല, ഒരു ഇലക്ട്രിക് ഷോക്ക് പാസ് ചെയ്യണ പോലെ ഇപ്പോൾ തോന്നിയെന്നു. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ പറഞ്ഞു, മോളെ മാതാവ് നിന്നെ അനുഗ്രഹിക്കുന്നതാ, കുഴപ്പമില്ല, എല്ലാം മാറിത്തരുന്നു. അതിനുശേഷം അവളുടെ ആ ലാപ്രോട്ടമിയിൽ എന്നും 2 നേരം ഞാൻ ഡ്രസ്സിങ് ചെയ്യായിരുന്നു. വളരെയധികം ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു. അത് മാറി, ഇൻഫെക്ഷൻ മാറി, പെട്ടെന്ന് അത് ക്ലോസായി. അപ്പോൾ അങ്ങനെ ക്ലോസ് ആയ കാരണം കൊണ്ടാണ് സാറ് പറഞ്ഞത് നമുക്ക് സ്റ്റോമ ക്ലോസ് ചെയ്യാം. കാരണം ഇപ്പോൾ ഇൻഫെക്ഷനൊക്കെ മാറിയല്ലോ, ബ്ലഡ് റിപ്പോർട്ടുകളെല്ലാം പെട്ടെന്ന് നോർമലായി, എല്ലാം നോർമലായി. അങ്ങനെ ഞങ്ങൾ ജൂബിലി മിഷനിലേക്ക് ചെന്ന് അഡ്മിഷനായി. അവിടെ സ്റ്റോമ ക്ലോസ് ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാറ് പറയുകയാണ്, ഇനിയിപ്പോൾ സ്റ്റോമ ക്ലോസ് ചെയ്യണമെങ്കിൽ അവൾ ഹെൽത്തി അല്ല, അവൾ 20 കിലോനേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ചെയ്യണമെങ്കിൽ ഒരു 3 ആഴ്ചയോളം നമ്മൾ IV ഡ്രിപ്പ് ഇട്ട് അതിന് പ്രോട്ടീൻ ഒക്കെ കൊടുത്ത് ഡ്രിപ്പ് കൂടെ കൊടുത്ത് TPN ഒക്കെ കൊടുത്തതിന് ശേഷം അവളൊന്ന് ഹെൽത്തി ആയതിനു ശേഷം ചെയ്യാമെന്ന്. പക്ഷെ അത്ര നാളും അവൾ അത്ര ആരോഗ്യവതിയായിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല, കാരണം വളരെ സിക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ മാതാവിനോട് പറഞ്ഞു, എന്ത് ചെയ്യും ഞങ്ങൾക്കൊരു സജഷൻ തായോന്ന്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അന്ന് ഡ്യൂട്ടിക്ക് കയറിയ ദിവസമാണ് ലീവ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തോന്നി എന്തായാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ ഞങ്ങൾ എടുക്കട്ടെ എന്ന് ചോദിക്കാം സാറുമാരെടുത്ത്. അങ്ങനെ ഞാൻ അപ്പം തന്നെ സാറിനെ ഗ്യാസ്ട്രോ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾ ലിസിയിലേക്ക് കൊണ്ടുപോക്കോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ ഞങ്ങൾ ലിസിയിലേക്ക് കൊണ്ടുപോന്നു. അവിടെ ഞങ്ങൾക്ക് മാതാവ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാതും, നല്ല ഡോക്ടേഴ്സ് എല്ലാം നല്ലോണം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവളുടെ ബ്ലഡ് റിപ്പോർട്ടുകളെല്ലാം നോർമലാണ്, പിന്നെ എന്തുകൊണ്ട് ക്ലോസ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്. അങ്ങനെ അവിടെ നമ്മൾ ഡേറ്റ് എടുത്ത് നമ്മൾ
സ്റ്റോമ ക്ലോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരു മെയ് 30 സ്റ്റോമ ക്ലോസ് ചെയ്തു. സ്റ്റോമ ക്ലോസ് ചെയ്ത് വേറെ ഇൻഫെക്ഷനോ ഒന്നും മാധവ് വരുത്തിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരാഴ്ചയുടെ ഉള്ളിൽ ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോയി. അവൾ നല്ല ഹെൽത്തിയായി മോളിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അവൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവൾക്ക് 9 കിലോളം വെയിറ്റ് കൂടി. അപ്പോൾ നമ്മൾ ബയോപ്സിക്ക് നമ്മൾ കട്ട് ചെയ്ത ഭാഗം അയച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ക്രോൺസ് ഡിസീസ് എന്നാണ് പറഞ്ഞത്. ക്രോൺസ് ഡിസീസ് ഓട്ടോമ്യൂൺ ഡിസീസാണ്. അത് നമുക്ക് ഒന്നാലെ ജന്മന ഉണ്ടായിരിക്കാമെന്നാണ് പറയുന്നത്. പിന്നീട് വരുന്നതല്ല, ജന്മന ഉണ്ടായിരിക്കാം. അത് ഭയങ്കര സൈലൻ്റ് ആയിരുന്നിരിക്കുക അവൾക്ക്. പക്ഷേ ഇവൾ വേറെ സിംറ്റംസ് ഒന്നും നമുക്ക് കാണിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അറിയാണ്ട് പോയത്. ഇത്രയും ഇൻഫെക്റ്റഡ് ആയതും ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഇൻറ്റസ്റ്റൈനിൽ കട്ട് ചെയ്ത് കളയേണ്ടി വന്നതും. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഇപ്പം നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റേതായ സൈൻസ് ആൻഡ് സിംറ്റംസോ ഒന്നുമില്ല. പക്ഷേ അവർ പറഞ്ഞത് ഇനിയും വരാം. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മാതാവ് ഈ രോഗം എൻ്റെ മോളിൽ നിന്ന് എടുത്തു മാറ്റി കളയും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നീടും ബയോപ്സി എടുത്തായിരുന്നു. അതിൻ്റേതായ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസോ വീണ്ടും ലിസിയിൽ വെച്ച് ബയോപ്സി എടുത്തപ്പോൾ ഒരു ഇൻഫെക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അവളുടെ ബയോപ്സിയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. നല്ല ഹെൽത്തി ആയിരിക്കുന്നു. സ്കൂളിലേക്ക് പോകാൻ നോക്കുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ അടുത്ത ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് കൂദാശയിലോട് കൂടുതൽ അടുത്ത് നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി എല്ലാവരും പങ്കെടുക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിലും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പറയുന്നത് ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉപവാസം എല്ലാ ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച എടുക്കും, പരമാവധി ശനിയാഴ്ച എടുക്കും. പിന്നെ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് ഞങ്ങൾ സഹായം ചെയ്യുന്നുണ്ട്. സിനി ഉടമ്പടി എടുക്കാനായിട്ട് വരുന്ന സാഹചര്യം വ്യക്തമായിട്ട് പറഞ്ഞു. മകളുടെ വയറുവേദനയുടെ സമയമാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ അസുഖം മോൾക്ക് വരുന്നത്. ഒരു വയറുവേദന, ഹോസ്പിറ്റലിൽ പോകുന്നു. ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് പറയുന്നത് സീരിയസ് ആണ്, മോള് കൈവിട്ട് പോകും. ഈ ഒരു അവസ്ഥയിലാണ് ആമോസ് 4:11 പറയുന്നത്, കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കമ്പുകൾ പോലെ ആയിരുന്നു നിങ്ങൾ. ഇതേപോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ കുടുംബം കടന്നുപോയത്. എന്നാൽ പൊള്ളലൊന്നും ഏൽക്കാതെ ഇപ്പോൾ ഈ കുടുംബത്തെ ദൈവം ഇവിടെ സാക്ഷ്യത്തിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ സിനി ഉടമ്പടി എടുക്കുവാൻ, തീർത്ഥാടന ഉടമ്പടി എടുക്കുവാൻ ഇവിടെ വന്നപ്പോൾ കുഞ്ഞ് വിശ്വാസത്തോടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ജൂലൈ 15 എനിക്കിവിടെ സാക്ഷ്യം വരണം. അതുപോലെ തന്നെ സിനി ചെയ്യുന്നത് വിശ്വാസപ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ ആ സ്ട്രോമ അവിടെ തൈലം പുരട്ടുന്നു. അവസ്ഥയ്ക്ക് നന്നായിട്ട് വിവരിച്ചായിരുന്നു. വായിൽ ചോറാണ് വെക്കണമെങ്കിൽ ചോറ് തന്നെ പുറത്തേക്ക് പോകും. അതേപോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. വെയിറ്റ് കുറഞ്ഞു പോയി. എന്നാൽ ആ സമയത്ത് ഒരു ഷോക്ക് പോലത്തെ അനുഭവമുണ്ടായി എന്നത് പറയുന്നത് ആ ഉടമ്പടി തൈലം പുരട്ടിയപ്പോഴുണ്ടായ അനുഭവം അമ്മ ഇടപെട്ടു എന്ന് ഇവർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അസുഖം മാറി മോൾക്ക് ഇവിടെ നിൽക്കുവാനായി സാധിക്കുന്നു. പുറപ്പാട് 33:17 നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്തു തരും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ഈ രണ്ടുപേരും എങ്ങനെ പ്രാർത്ഥിച്ചോ ആ കാര്യം നിറവേറിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ ഉടമ്പടിയെടുത്ത് ദൈവത്തിൻ്റെ മുന്നിൽ വിശ്വസ്തരായി നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ദൈവം നമ്മളെ ഏത് ദുരവസ്ഥയിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഉയർത്തും. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.